ഇതുണ്ടോ, ഇത്രയും വലിയൊരു മഹാദുരന്തം എന്നുവെച്ചാൽ ഇപ്പോഴും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത മരണസംഖ്യയും നാശനഷ്ടങ്ങളുള്ള ഒരു ദുരന്തം നടന്നത് ഇത്രയും ചെറിയൊരു ഭാഗം പൊട്ടിയപ്പോഴേക്കാണ്. ഇത്രയും വലിയൊരു മലയുടെ ഒരു ചെറിയ പൊട്ട് പോലെയാണ്. നമുക്ക് ചൂരൽമലയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പൊട്ട് പോലെ നമുക്ക് കാണുന്നേ ഉള്ളൂ. അത്രയും ആ ഒരു ചെറിയ പൊട്ട് പൊട്ടിയതാണ് ഇത്രയും വലിയ ഭീമാകാരമായ മലവെള്ളപ്പാച്ചിലായി രൂപാന്തരപ്പെടുകയും ഇത്രയും വലിയ ഉരുളൻ കല്ലുകളൊക്കെ ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് ചൂരൽമലയുടെ ഈ സ്കൂളിൻ്റെ മുൻഭാഗത്ത് ഇവിടെ ഒരു മനോഹരമായ മൈതാനം ഉണ്ടായിരുന്നു, അതിൻ്റെ മുന്നിലെത്തിയത്. ആ പോകുന്ന വഴികളിലുള്ളതെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഇങ്ങനെ കാർന്ന് നിന്നുകൊണ്ടാണ് മലവെള്ളപ്പാച്ചിൽ പോകുന്നത്. അതുപോലെ ഈ വേലിപ്പാലത്തിന് മുകളിൽ ഈ വേലിപ്പാലം കഴിഞ്ഞ ഒരാൾ മുകളിലേക്ക് കൂടി ഈ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പോസിറ്റീവ്? ഞാൻ ആലോചിച്ച് പോകുന്നത്, ഇതിപ്പോൾ ചെറിയൊരു ഭാഗമാണല്ലോ ഈ പൊട്ടിയത്. ഈ മല ഇത്രയും പരന്ന് കിടക്കുകയാണ്. അതൊരു വലിയ ഭാഗമായിരുന്നു പൊട്ടിയിരുന്നതെങ്കിൽ എത്ര വലിയൊരു ദുരന്തം.